ചില ആളുകൾ നിക്കാഹ് നടക്കുമ്പോൾ പൊതുവേദിയിൽ മഹർ കൂട്ടിപ്പറയുകയും എന്നിട്ട് വളരെ കുറച്ചു മാത്രം കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഇത് ചോദിച്ചിരിക്കുന്നത് റസിയ ബീഗമാണ്, തിരുവനന്തപുരത്ത് നിന്ന്. ഇതിനാണ് ചതി എന്നൊക്കെ പറയാം. നമ്മളിപ്പോൾ സാധാരണ ഒരു കച്ചവടത്തിൽ നമ്മൾ ചതി കാണിക്കുന്നത് പോലെ തന്നെയാണ് ഇതും. മഹർ എന്ന് പറയുന്നത് നിക്കാഹിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇത്ര മഹറിന് പകരമായി താങ്കൾക്ക് ഞാൻ ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി തന്നിരിക്കുന്നു എന്നല്ല നമ്മൾ പറയാം. അപ്പോൾ അവിടെ എല്ലാവരും നിക്കാഹിൽ വലിയ വലിയ മുതലാളിമാരും സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഈ യുവാവ് വളരെ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ചില നിക്കാഹിന് പോയിരിക്കുമ്പോൾ തന്നെ യുവാവ് പിന്നെ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, എത്ര മഹറെന്ന് ഉസ്താദ് ചോദിക്കും, ഈ മഹർ നിക്കാഹിൽ പറയാൻ വേണ്ടി. അപ്പോൾ യവനറിയില്ല ഇത് എത്രയാണ് മഹർ, എത്ര ഗ്രാമാണ്, എത്ര സ്വർണ്ണമാണെന്നും അത് യവനാണ് അറിയേണ്ടത്. അവൻ്റെ ഉപ്പയല്ല, അവൻ്റെ ഉമ്മയല്ല, അവനാണ് അറിയേണ്ടത്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന മഹർ എത്രയാണെന്ന് അവനാണ് അറിയേണ്ടത്. അപ്പോൾ തീരെ ആ വിഷയത്തിലൊരു വിവരം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇല്ലാതെ പോവാണ്. ഉസ്താദ് ചോദിക്കുന്നത് എത്രയാണ് മോനെ മഹറെന്ന് ചോദിക്കുമ്പോൾ അവൻ നേരെ ഉപ്പായെ വിളിക്കും. അപ്പോൾ ഉപ്പ ഇങ്ങനെ എന്താണ്, എല്ലാവരും ഇരിക്കുന്നു, ഉപ്പാപ്പയുടെ കൂടെ ബിസിനസ് നടത്തുന്നവരും വലിയ വലിയ മുതലാളിമാരൊക്കെ ഇരിക്കുന്നു, തറവാട്ട് മഹിമ നോക്കണ്ടേ. അപ്പോൾ ഉപ്പാവ് പറയും ഒരു 70 ഗ്രാം മോനെ എന്ന് പറയും. പക്ഷേ യവൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മാല ചിലപ്പോൾ 25 ഗ്രാമേ ഉണ്ടാവുള്ളൂ. ഉപ്പാപ്പാക്കൊന്നും പ്രശ്നമില്ല, അന്നേരത്തെ പേരിന് വേണ്ടി. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ചതിയാണ്, വഞ്ചനയാണ്. ആ നിക്കാഹിൻ്റെ സർവ്വതും നശിക്കാൻ അതൊരു കാരണമാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ പേരും പെരുമയുമല്ല നോക്കേണ്ടത്. അവിടെ നമ്മൾ നിക്കാഹിൻ്റെ മഹത്വവും ഇസ്ലാമിൻ്റെ നിയമവുമാണ് നോക്കേണ്ടത്. അള്ളാഹു കൃത്യമായും ഇത്തരം ചടങ്ങുകളിൽ വാക്ക് പാലിക്കാനും കൃത്യത വരുത്താനും അതിൻ്റെ നിയമം അതുപോലെ തന്നെ ശ്രദ്ധിക്കാനും എല്ലാവരും മനസ്സ് വെക്കണം. അതിന് അള്ളാഹു ഭാഗ്യം തരട്ടെ.